ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് KSFയിലെ പുതുക്കിയ പലിശ നിരക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ചാനലിൽ പല KSF ചിട്ടിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ KSF ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ആ പലിശ പൈസയും കൊണ്ട് ചിട്ടി ചേർന്ന് അതെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. KSFയിലെ പുതുക്കിയ പലിശ നിരക്കാണ് കേട്ടോ. അതായത് NFD, അതായത് നോർമൽ FD, സാധാ FD ആണ്. സാധാ FDക്ക് 1 ലക്ഷം രൂപ KSFയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ വർഷത്തിൽ എത്ര രൂപ പലിശ കിട്ടും, അതേപോലെ തന്നെ പെർ മാസത്തിൽ എത്ര രൂപ പലിശ കിട്ടും. 1 ലക്ഷം ബേസിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 2 ലക്ഷം ഉള്ളവരുണ്ട്, ചിലപ്പോൾ 5 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ 10 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലെ എമൗണ്ടിനനുസരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതായത് നോർമൽ FDക്ക് KSFയിലെ നിലവിലെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7.75%. അപ്പോൾ വർഷത്തിൽ കണക്കാക്കുന്ന സമയത്ത് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തിൽ 7,750 രൂപയാണ് പലിശ ലഭിക്കുന്നത്. അത് 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പെർ മന്ത് വന്നിട്ട് ഒരു 645 രൂപയോളം നമുക്ക് പലിശ ലഭിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക നമ്മൾക്ക് പല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്ന തുക കൊണ്ട് തന്നെ അതിൽ ലഭിക്കുന്ന പലിശ, മാസം ലഭിക്കുന്ന പലിശ നമുക്ക് പുതിയൊരു ചിട്ടി തുടങ്ങി ആ ചിട്ടിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ മാസം നമ്മൾ കിട്ടുന്ന പലിശ ചിട്ടി എമൗണ്ടിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. ഇത് 1 ലക്ഷം റേഞ്ചിലാണ് 645 രൂപ ലഭിക്കുന്നത് പെർ മന്ത് ഇൻട്രസ്റ്റ്. 2 ലക്ഷം രൂപയാകുമ്പോൾ അതിൻ്റെ ഡബിൾ വരും. അപ്പോൾ 5 ലക്ഷം 10 ലക്ഷം അങ്ങനെ പല എമൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പലിശ വെച്ചിട്ട് പുതിയൊരു ചിട്ടി ജോയിൻ ചെയ്ത് ആ ചിട്ടിയിലേക്ക് മാസം ഈ പലിശ തുക മാറ്റാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മാസം ഒരു 10,000 രൂപൻ്റെ അടവ് വരുന്ന ചിട്ടിയാണെങ്കിൽ ഇപ്പോൾ മാസം 10,000 രൂപ നമുക്ക് അടവ് വരുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം മാസം 6,450 രൂപ നമുക്ക് പലിശ ലഭിക്കുന്നത്. ഇത് 1 ലക്ഷം രൂപയ്ക്ക് 645 പറയുമ്പോൾ 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 6,450 രൂപ പെർ മന്ത് പലിശ ലഭിക്കുന്നു. അപ്പോൾ മാസം ചിട്ടിക്ക് അടയ്ക്കേണ്ട എമൗണ്ട് പറയുന്നത് 10,000 രൂപയാണ്. അതിൽ 6,450 രൂപ നമ്മൾക്ക് പലിശ ലഭിക്കുന്നു. കൂടാതെ തന്നെ അതിൽ ഡിവിഡൻഡ് ഉണ്ടാവും. ആ ഡിവിഡൻഡ് നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾക്ക് ചിട്ടിയുടെ ആ എമൗണ്ടിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അത് ഏത് ചിട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏതൊരു ചിട്ടി ചേരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാസം ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എത്ര പലിശ ലഭിക്കുന്നു ആ പലിശ കഴിച്ച് പിന്നെ ആ ചിട്ടിയിൽ വരുന്ന ഡിവിഡൻഡും കുറച്ച് ബാക്കിയുള്ള അടവ് അടച്ചാൽ മതി. അങ്ങനെ ഒരു സാധ്യത ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പലിശയും കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക അതൊരു ഫിക്സഡ് നമ്മുടെ ഒരു അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റായിട്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചിട്ടി പിടിച്ച് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത തുക തന്നെ നമുക്ക് ജാമ്യമായിട്ട് കൊടുത്ത് ചിട്ടി വിളിച്ചെടുത്ത് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഫിക്സഡ് അസറ്റ് അവിടെ തന്നെ നിലനിൽക്കുകയും നമ്മുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് ചിട്ടി വിളിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി ആയിട്ട് അവിടെ വയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് പെർ മന്ത് ഇപ്പോൾ മാസം നമ്മൾ ജോലി ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ സാലറിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ആ ചിട്ടി അടഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ ഫിക്സഡ് അസറ്റായിട്ട് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതൊരു അസറ്റായിട്ട് തന്നെ KSFയിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാധ്യതകളൊക്കെ KSFയിൽ ഉണ്ട്. അപ്പോൾ പല ആളുകൾക്കും അറിയുന്ന ആളുകളുണ്ട്, എങ്കിൽ അറിയാത്ത ആളുകളുണ്ട്. നോർമൽ FD ആണ്, സാധാ FD ആർക്ക് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുക. ഇയർ പലിശ നിരക്ക് പറയുന്നത് 7.75%. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് വന്ദനം FD ആണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. വന്ദന ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 60 വയസ്സിൽ കൂടുതലായവർക്കുള്ളതാണ് വന്ദന ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ സ്കീം ഉള്ളത്. അതായത് 60 വയസ്സ് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വാർഷിക പലിശ എന്ന് പറയുന്നത്
8% നിലവിലെ പലിശ നിരക്ക്. പിന്നെ വേറൊരു കാര്യം, KSFയിൽ നിന്നല്ല ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് പറഞ്ഞാൽ അത് മാറ്റങ്ങൾ വരും. ചിലപ്പോൾ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ വർഷത്തിലൊക്കെ അത് മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ പലിശ നിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ മാറ്റം വരും. അപ്പൊ മാറ്റം വരുന്ന സമയത്ത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബന്ധന ഫിക്സഡ് ഡെപ്പോസിറ്റിന് നിലവിലെ വാർഷിക പലിശ എന്ന് പറയുന്നത് 8%. അപ്പൊ നമുക്ക് വർഷത്തിൽ 8000 രൂപ പലിശ ലഭിക്കുന്നു. അത് 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 666 രൂപ ലഭിക്കുന്നു. 8% പലിശ നിരക്ക്. ഇത് ബന്ധന ഡെപ്പോസിറ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 60 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവർക്ക് ഉള്ളതാണ് ഈ ബന്ധന ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് CSDT പറയും. ഈ CSDTന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, CSDT എന്ന് പറഞ്ഞ് നമ്മൾക്ക് KSFയിൽ ഓൾറെഡി ചിട്ടിയുണ്ട്. അപ്പൊ ആ ചിട്ടി നമ്മൾ വിളിക്കുന്ന സമയത്ത് മേൽബാധ്യത ലയബിലിറ്റി അത് എത്രയുണ്ടോ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് CSDT എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയ്ക്ക് നിലവിൽ 8% പലിശ കൊടുക്കുന്നത് പെർ ഇയർ. അപ്പോൾ 8% പറയുമ്പോൾ ഒരു വർഷത്തേക്ക് 8500 വരും. 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 708 രൂപ വരും. ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ചിട്ടിയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എമർജൻസി ഫണ്ട് ആവശ്യമില്ല എങ്കിൽ ചിട്ടി വിളിക്കേണ്ട സമയം, അല്ല നഷ്ടമില്ലാതെ ചിട്ടി വിളിക്കേണ്ട ഒരു സമയത്ത് അപ്പോൾ ചിട്ടി പിടിച്ച് KSFയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് CSDTക്ക്, അത് മേൽബാധ്യത ലയബിലിറ്റിക്ക് തരുന്ന പലിശയാണ് 8.5% പറയുന്നത്. ഏറ്റവും ടോപ്പ് പലിശ നിരക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന പലിശ നമുക്ക് ചിട്ടിയിലേക്ക് മാറ്റി വേറൊരു വരുമാനം കൂടി ഇതിൽ ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് പല ആളുകൾക്കും അറിയില്ല. നമ്മൾ വീഡിയോ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചില ആളുകൾ നമുക്കറിയാം ഇതെന്തിനെങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തതും. അപ്പോൾ ഇത്രയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മനസ്സിലായി കാണുമോ എന്ന് വിചാരിക്കുന്നു. സാധാ FD നോർമൽ FDക്ക് 7.75 പെർ ഇയർ പലിശ, ബന്ധന FDക്ക് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 8% പലിശ, CSDT ചിട്ടി പിടിച്ച് മേൽബാധ്യത ലയബിലിറ്റി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന പലിശ പറയുന്നത് 8.5%. ഇതാണ് നിലവിലെ KSFയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പുതുക്കിയ പലിശ നിരക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മളിനി പലിശയിൽ വ്യത്യാസം വരുന്ന സമയത്ത് പുതിയ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.